الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ മാഇദ 46-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഖഫൈന അലാ ആഥാരിഹിം, അവരുടെ കാൽപ്പാടുകളിലായി നാം തുടർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈസ ഇബ്നു മറിയമിന്റെ പുത്രൻ ഈസായെ നാം തുടർത്തിക്കൊണ്ടുവന്നു, അതായത് തുടർന്നയക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മുൻ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചത് പ്രകാരം മുൻ പ്രവാചകന്മാരായ മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ അതിനുശേഷം വന്ന ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം പോലത്തെ ബനീ ഇസ്രായേലുകളിൽ വന്ന പ്രവാചകന്മാർ അവരെ തുടർത്തിക്കൊണ്ട് അവരെ തുടർച്ചയായി കൊണ്ട് ഈസ ഇബ്നു മറിയമിനെ നാം അയക്കുകയുണ്ടായി എന്നാണ് അല്ലാഹു പറയുന്നത്. വഖഫൈന അലാ ആസാരിഹിം, അവരുടെ കാൽപ്പാടുകളിലായി നാം തുടർന്നയക്കുകയുണ്ടായി. ഈസ ഇബ്നു മറിയമിനെ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായും, ലിമാ ബൈന യദൈഹി അദ്ദേഹത്തിന്റെ മുമ്പുള്ളതിനെ മിനത്ത് തൗറാത്തി തൗറാത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നത്, അതിനെ നിരാകരിക്കുന്നവനായിട്ടല്ല. വആതൈനാഹുൽ ഇൻജീല, അദ്ദേഹത്തിന് നാം ഇൻജീൽ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം നൽകുകയുണ്ടായി. ഫീഹി, അതിലുണ്ട് ഹുദൻ സന്മാർഗമുണ്ട്, വനൂറുൻ പ്രകാശമുണ്ട്, വമുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, ആ തൗറാത്തിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന വചനങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ നിയമനിർദ്ദേശങ്ങളൊക്കെയും കൂടുതലും തൗറാത്തിലാണ്. അതേസമയം സുവിശേഷങ്ങളും സതുപദേശങ്ങളുമാണ് ഇൻജീലിൽ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് തൗറാത്തിലുള്ള പല മതവിധികളും ഇൻജീൽ അംഗീകരിക്കുന്നുണ്ട്, ഒരിക്കലും അതിനെ നിരാകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ അതേ പ്രകാരത്തിലുള്ള ഇൻജീലും തൗറാത്തിനെ കുറിച്ചുമാണ് ഇവിടെ പരാമർശം. ശേഷം അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, വഹുദൻ സന്മാർഗമായും, വമൗഇദതൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശവുമായിട്ടാണ് ഇത്തരം വേദഗ്രന്ഥങ്ങൾ അവതരിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.